പോകണം. കേരള കോൺഗ്രസ് എം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗം ഇന്ന് കോട്ടയത്ത്. രാജ്യസഭാ സീറ്റ് പാർട്ടിക്ക് വേണമെന്ന ആവശ്യം LDFന് മുന്നിൽ വെക്കാൻ യോഗം തീരുമാനമെടുക്കും. ഉച്ചയ്ക്ക് ശേഷം 2 മണിക്കാണ് ജോസ് കെ മാണിയുടെ അധ്യക്ഷതയിൽ യോഗം ചേരുക. CPIയും സമാനമായ ആവശ്യവുമായി മുന്നോട്ട് വരാൻ സാധ്യതയുണ്ട്. ജി ശ്രീത്ത് ചേരുന്നുണ്ട്. ശ്രീത്ത്, 3 രാജ്യസഭാ സീറ്റുകളിലേക്കാണ് ഒഴിവ് വരുന്നത്. 2 എണ്ണത്തിൽ LDFന് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ സാധിക്കുമെന്നാണ് മനസ്സിലാകുന്നത്. അതിലൊന്ന് സ്വാഭാവികമായും CPMനുള്ളതാണ്. രണ്ടാമത്തേത് കേരള കോൺഗ്രസ് എമ്മും CPIയും ഒരുപോലെ ക്ലെയിം ചെയ്യുന്നു. കാരണം രണ്ടുപേരുടെയും ഏറ്റവും ഉന്നത നേതാക്കളാണ് ആ പദവിയിൽ ഇപ്പോൾ ഉള്ളത്. കേരള കോൺഗ്രസ് എം ഒരു തരി പോലും പിന്നോട്ടില്ല എന്നുള്ളതാണോ? തീർച്ചയായും അങ്ങനെ ഒരു ക്ലെയിം മുന്നോട്ട് വെക്കാൻ കേരള കോൺഗ്രസ് എം തയ്യാറാകും. പക്ഷേ CPM എടുക്കുന്ന തീരുമാനം തന്നെയായിരിക്കും ഇതിൽ നിർണായകമാകുക. പാർട്ടിയുടെ ചെയർമാൻ തന്നെയാണ് രാജ്യസഭ MP ആയി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ LDFിലേക്ക് വരുന്ന സമയത്ത് തന്നെ കേരള കോൺഗ്രസ് എമ്മിന് രാജ്യസഭ സീറ്റ് സ്ഥാനം ഉണ്ടായിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഇപ്പോൾ വരുന്ന ഒഴിവ് തങ്ങൾക്ക് തന്നെ അർഹതപ്പെട്ടതാണ്. അതായത് ഒരു MP സ്ഥാനവും ഒരു രാജ്യസഭ MP സ്ഥാനവും തങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇന്നത്തെ യോഗത്തിൽ ഇതൊരു സാങ്കേതികമായി ഇതൊരു തീരുമാനമായി. അത് LDFന് മുന്നിൽ ചർച്ചകൾക്ക് വേണ്ടി ഇത്തരം ആവശ്യം മുന്നോട്ട് വെക്കാൻ ഒരു തീരുമാനത്തിലേക്ക് പോകും. എന്തായാലും CPMും LDFലും ഒക്കെ ഉണ്ടാകുന്ന ഒരു തീരുമാനമായിരിക്കും ഇതിൽ പ്രധാനം. 1-ാം തീയതി ഈ ജൂൺ 1-നാണ് ഈ കാലാവധി പൂർത്തിയാകുന്നതെന്നാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമായിരിക്കും വിജ്ഞാപനവും മറ്റും ഉണ്ടാകുക. ആ ഘട്ടത്തിലായിരിക്കും LDF ഇതൊരു യോഗം ചേർന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. നേരത്തെ രഞ്ജിത്ത് പറഞ്ഞ പോലെ ഇപ്പുറത്ത് CPIയുടെയും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെ ഒഴിയുന്ന സീറ്റിലേക്കാണ്. അവരും ഇതേ ക്ലെയിം മുന്നോട്ട് വെക്കും. ഇടത് ഭരണമുള്ള സമയത്ത് അവർക്ക് 2 രാജ്യസഭാ MPമാരുണ്ടാകുന്നു. ആ ഒരു സാഹചര്യമാണ് ഉള്ളതെന്ന് അവർ പറയുന്നു. എന്തായാലും CPIയും കേരള കോൺഗ്രസ് എമ്മും തമ്മിൽ ഈ മുന്നണിക്കുള്ളിൽ ഒരു ചെറിയ പോരും മറ്റും നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പ്രത്യേകിച്ച് പല സീറ്റുകൾ ഇപ്പൊ കോട്ടയം ജില്ലയിൽ തന്നെ കാഞ്ഞിരപ്പള്ളിയൊക്കെ LDFൽ CPI മത്സരിച്ചിരുന്ന സീറ്റാണ്. അത് കേരള കോൺഗ്രസ് എം വന്നതോടെ അവർക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരം പ്രശ്നങ്ങൾ തർക്കങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതാണ്. ഈ ഒരു ഘട്ടത്തിൽ ഇക്കാര്യത്തിൽ ആരാണ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുക എന്നുള്ളതാണ് കാത്തിരുന്ന് തന്നെ കാണേണ്ടത്. എന്തായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 സീറ്റൊക്കെ വേണമെന്നുള്ള ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. 2 സീറ്റെങ്കിലും കിട്ടുമെന്ന് ആ ഘട്ടത്തിൽ അവർ പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ 1 സീറ്റ് മാത്രമാണ് CPM നൽകിയിരുന്നത്. അതേ ഒരു നില തുടരുമോ ഈ കാര്യത്തിൽ എന്നാണ് അറിയേണ്ടത്. എന്തായാലും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലം കൂടി വരാനിരിക്കുകയാണ് ജൂൺ 4-ന്. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമുക്കറിയാം ഇത്തവണ കേരള കോൺഗ്രസുകളുടെ പോരാട്ടമായിരുന്നു ശ്രീജിത്ത് കോട്ടയത്ത്. അവിടെ മിക്ക സർവേകളും ഫ്രാൻസിസ് ജോർജിന് വിജയം അത്തരത്തിൽ പറയുന്ന സാഹചര്യമുണ്ട്, പ്രവചിക്കുന്ന സാഹചര്യമുണ്ട്. അത് ചർച്ചയാകുമായിരിക്കും, ഡീറ്റെയിൽഡ് ആകും അല്ലേ? കേരള കോൺഗ്രസിൽ ഇത്തവണ തെരഞ്ഞെടുപ്പ് രംഗമൊക്കെ അതിനുശേഷം ഏത് തരത്തിലായിരുന്നു? യോജിപ്പോടെ കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചോ? LDF ആയി പ്രചരണ രംഗത്ത് സജീവമാകാൻ സാധിച്ചോ? അത്തരം വിലയിരുത്തലൊക്കെ ഉണ്ടാകും സ്വാഭാവികമായി. തീർച്ചയായും തൽക്കാലത്തേക്ക് അവരുടെ ഒരു വിലയിരുത്തൽ ഉണ്ടാകാം, ആ സീറ്റ് വിജയിക്കും എന്നത് തന്നെയായിരിക്കും. പക്ഷെ അവിടെ കൗതുകകരമായുള്ളത് CPMന്റെ വിലയിരുത്തലിലോ CPIയുടെ സംസ്ഥാന കമ്മിറ്റികളുടെ വിലയിരുത്തലിലോ കോട്ടയം ജയിക്കും എന്നൊരു പട്ടികയിലേക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വന്നത് ഈ കോട്ടയം സീറ്റിൽ കേരള കോൺഗ്രസ് എം ജയിച്ചില്ല എങ്കിൽ ഈ ഒരു MP സ്ഥാനം, രാജ്യസഭാ MP സ്ഥാനമെങ്കിലും നിലനിർത്തുക എന്നുള്ളത് കേരള കോൺഗ്രസ് എമ്മിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് നേരത്തെ ഈ ജോസഫ് ഗ്രൂപ്പുമായിട്ടുള്ള തർക്കത്തിൽ ആ പാർട്ടിയുടെ ചിഹ്നവും അംഗീകാരവും ഒക്കെ നിലനിർത്താൻ ഈ MP സ്ഥാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനോ കോടതിയോ ഒക്കെ പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ അത്തരം തർക്കങ്ങളിലും ഈ MP സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തായാലും ഇന്ന് പക്ഷേ ഇങ്ങനെ സാങ്കേതികമായി ഈ സീറ്റ് ആവശ്യപ്പെടാനുള്ള ഒരു തീരുമാനത്തിലേക്കായിരിക്കും എത്താൻ സാധ്യത. രഞ്ജിത്ത്, ജി ശ്രീജിത്താണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും ഇന്ന് കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട യോഗമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്തലുണ്ടാകും. അതിലും പ്രധാനം രാജ്യസഭാ സീറ്റുമായി ബന്ധപ്പെട്ട് ജോസ് കെ മാണിയുടെ ക്ലെയിമാണ്. അതും LDFനെ വരും ദിവസങ്ങളിൽ പ്രതിസന്ധിയിലാക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ഒന്നായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം